വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിൽ ഉടമസ്ഥാവകാശം ചൂണ്ടിക്കാട്ടി 170 കുടുംബങ്ങൾക്ക് കർണാടക സ്വദേശിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. 33 കവല 80 ഏക്കർ പ്രദേശവാസികൾക്കാണ് വക്കീൽ നോട്ടീസ് കിട്ടിയത്. മൈസൂർ സ്വദേശി MS പൂർണിമയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് നോട്ടീസ് അയച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരിക്കല്ലൂർ 33 കവല 80 ഏക്കർ പ്രദേശവാസികളായ 170 കുടുംബങ്ങൾക്ക് മൈസൂർ സ്വദേശി MS പൂർണിമ അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചത്. തന്റെ മുത്തച്ഛൻ സിദ്ധയ്യയുടെ സ്ഥലമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. സർക്കാർ 1970-75 കാലത്ത് പട്ടയം അനുവദിച്ചവർക്കും ഭൂമി വിലയ്ക്ക് വാങ്ങിയവർക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. 1 രൂപയ്ക്ക് നമ്മൾ വില കൊടുത്ത് വാങ്ങി സ്ഥലമല്ലല്ലോ. 45 വർഷം ഇവിടെ താമസിച്ചിരുന്നിട്ട് പിന്നെ നമ്മളെങ്ങോട്ടാ പോകണത്? നോട്ടീസ് വരെ നമ്മളെ കേട്ടിട്ടൊക്കെ സ്തംഭിച്ചു പോയി. നമ്മളിപ്പോൾ എന്നാ ചെയ്യണത്? ഇത്രയും വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരെ നമ്മളെ അങ്ങനെ കുടിയേർക്കാന്ന് പറഞ്ഞാൽ ഭൂമി കൈമാറണം, അല്ലെങ്കിൽ മതിപ്പ് വില നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യം. ഞങ്ങൾ ഒരു കാരണവന്മാരായിട്ട് ഏകദേശം ഒരു 58-60 വർഷത്തോളം ആയിട്ട് ഞങ്ങൾ ഇത് കൈവശം വെട്ടിച്ച് അനുഭവിച്ചുകൊണ്ട് വരുന്നതാണ്. അതിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് പട്ടയം തന്നിട്ടുണ്ട്. 70-72 കാലഘട്ടങ്ങളിലാണ് ഇവിടെ എല്ലാവർക്കും പട്ടയം തന്നത്. വിഷയം നിയമപരമായി നേരിടാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. CPI അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിയമപരമായ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ വരുന്നത് 100% ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ. അവരുടെ ലോണ് മറ്റു കാര്യങ്ങളൊക്കെ ഭൂമി വിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ തടസ്സം വന്നേക്കാം എന്നൊരു തോന്നലാണ് ആ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. റവന്യൂ വകുപ്പ് വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം വേഗത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 വയനാട്.